മറിച്ച് നമ്മുടെ കേരളത്തിലായിരുന്നുവെങ്കിൽ, ഇതുപോലൊരു ഭരണകൂടം കേരളത്തിലെ സെയിം ഭരണകൂടം തന്നെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായി അതിനൊരു തീരുമാനം എപ്പോഴേ ഉണ്ടായത്. നിസ്സാരം രാജ്മോഹൻ ഉണ്ണിത്താന്റെ വീട്ടിൽ ഞാൻ പോയി പൂജ ചെയ്തിട്ട് എത്രയോ വർഷമാണെന്നറിയാം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഇരുന്ന കാലത്ത് അദ്ദേഹം ഒന്നും ആവാതിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പൂജ ചെയ്ത് ഇതിനെക്കാട്ടി വലിയ സാധനം എടുത്തതാണ്. ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ പറയുന്നു, ഈ വാഹനം നിന്ന സ്ഥലത്തിന്റെ കോൺട്രാശിയിലായിട്ട് തന്നെ ഇപ്പോഴും ഈ പറയപ്പെടുന്ന സംഗതികളെല്ലാം തന്നെ, അതിനൊരു മാറ്റമില്ല. അത്തരത്തിലേക്ക് ഒരു പ്രവചനത്തേക്ക് വരാനുള്ള കാരണം, ഒരുപാട് സുഹൃത്തുക്കൾ, അതായത് ഒരുപാട് പേര് വാട്സപ്പിലൂടെയും അല്ലാതെയും വിളിച്ചതിന്റെ പ്രകാരമാണ് നമ്മൾ അങ്ങനെ നോക്കാനുണ്ടായ ഒരു സാഹചര്യം. അപ്പം ശരിക്കും നമ്മൾ ആ പറഞ്ഞ സ്ഥലം ഇപ്പോഴും കൃത്യം തന്നെ. ഞാനൊരു അണുവിട പോലും അവിടുന്ന് മാറുന്നില്ല. ഇതുവരെ ആ സ്ഥലം പരിശോധിക്കുകയോ വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. മറിച്ച് നമ്മുടെ കേരളത്തിലായിരുന്നുവെങ്കിൽ, ഇതുപോലൊരു ഭരണകൂടം കേരളത്തിലെ സെയിം ഭരണകൂടം തന്നെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായി അതിനൊരു തീരുമാനം എപ്പോഴേ ഉണ്ടായത്. ഒന്നത്. രണ്ട്, കേരളത്തിൽ ഏതൊരു സംഭവങ്ങൾ വന്നാലും ഒന്നടങ്കം ജനങ്ങൾ ഒരുമിച്ചിറങ്ങി ഇത് ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്, അല്ലെ? നമ്മളൊക്കെ കണ്ടുവന്നിട്ടുണ്ടോ? ഓരോരോ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോഴും നമ്മൾ ഒന്നടങ്കം ഇറങ്ങാറുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായി. അഴുക്ക് ചാലിൽ കടന്ന ഒരു വ്യക്തിയെ പോലും കൃത്യമായി ഉദ്ദേശിച്ച സമയത്ത് തന്നെ കണ്ടെത്താൻ പറ്റും, അല്ലെ? അതുപോലെ ഇത് കൃത്യമായ ഇടപെടിയിലോ വേണ്ടുന്ന എക്യുപ്മെന്റ്സോ ഒന്നും ഇല്ലാതെയാണ് ഇതുവരെ കാര്യങ്ങൾ അവിടെ നടന്നു പോകുന്നത്. ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ പറയുന്നു, ഈ വാഹനം നിന്ന സ്ഥലത്തിന്റെ കോൺട്രാശിയിലായിട്ട് തന്നെ ഇപ്പോഴും ഈ പറയപ്പെടുന്ന സംഗതികളെല്ലാം തന്നെ, അതിനൊരു മാറ്റമില്ല. ഇനി കണ്ടെത്താൻ കഴിയും എങ്കിൽ തന്നെയും അവിടെ തന്നെ ആയിരിക്കും കാണുന്നത്, അല്ലാതെ മറ്റൊരു സ്ഥലത്ത് കാണത്തില്ല. ഇത് ഉറച്ചൊരു പ്രവചനം എന്ന് വേണേൽ പറയാം. കാര്യം നമ്മൾ പൂർണ്ണമായിട്ട് ഗ്രഹസ്ഥാനങ്ങൾ ചിട്ടപ്പെടുത്തി തന്നെയാണ് നോക്കിയത്. അതിനകത്തൊരു മാറ്റമില്ല. ആ തലേ ദിവസം തന്നെ, ഞാൻ പ്രവചിച്ചതിന്റെ തലേ ദിവസം തന്നെ വൈകിട്ട് അവർ പറഞ്ഞു, ഞാൻ ആ പറഞ്ഞ കോൺടാക്സിയുടെ അവിടെ ഇങ്ങനൊരു സംഭവം എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിവെച്ചിട്ട് പോകുന്നത്. പിന്നീട് അതിനകത്ത് അന്വേഷണത്തിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വേണ്ടുന്ന സാധന സാമഗ്രികൾ അവർക്ക് കിട്ടുന്നില്ല, കളിപ്പാട്ടം പോലുള്ള വസ്തുക്കൾ കൊണ്ടുവച്ചാണ് ഇതുവരെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ISRO ഇടപെട്ടതിന് ശേഷമാണ് ശരിക്കും ഒരു സ്ഥിരീകരണം തന്നെ വന്നതെന്ന് വേണം പറയാൻ. അപ്പം പ്രവചനത്തിൽ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞ ആ സ്ഥലത്ത് ഇതുവരെ നോക്കിയിട്ടില്ല. ആ ഒരു സ്ഥലം മാറിപ്പോയതുകൊണ്ടായിരിക്കും ആ സമയത്തിനും പ്രവചിച്ച സമയത്തിനും വ്യത്യാസമുണ്ട്. അതെ, നമ്മളൊരു സംഗതി കണ്ടെത്തിയാൽ ആ സ്ഥലത്ത് നോക്കിയെങ്കിൽ മാത്രമല്ല അത് കിട്ടൂ. ഇവിടെ ഒരുപാട് അനുഭവസ്ഥന്മാരിപ്പുണ്ട്, നമുക്ക് പുറത്തിറങ്ങുമ്പോഴാണെ ചോദിക്കാം. അല്ല, സമയത്തിനോടൊപ്പം സ്ഥലം പ്രാധാന്യമുള്ളതാണ്. സ്ഥലവും പ്രാധാന്യമാണ്. സമയം മാത്രമല്ല, സ്ഥലവും പറഞ്ഞു. അതിന്റെ കോൺടാക്സിയിലായിട്ട് തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ജലാംശം അവിടെ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. രണ്ട് രീതിയിലായാലും ജലാംശം ഞാനത് പറഞ്ഞിട്ടുണ്ട്, എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മളൊരു ആള് നഷ്ടപ്പെടുമ്പോൾ, ഒരു വ്യക്തി ആര് തന്നെ ആയിക്കോട്ടെ, ഇങ്ങനൊരു സംഭവം പ്രവചിക്കുമ്പോൾ ആ കിടക്കുന്ന ആളിനോടോ എന്നോടോ ഉള്ള അമർഷമാകാം ഈ പ്രതികരണമായിട്ട് വരുന്നത്, അല്ലേ? ഇപ്പം നല്ല ഒരുപാട് അഭിപ്രായങ്ങൾ അതിൽ വന്നിട്ടുണ്ട്, ചീത്ത അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. രണ്ടുപേരോടും നമുക്ക് നമ്മൾ ഓരോ വ്യക്തികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, ഒരാളുടെ അടുത്ത് ഇടപഴകുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് നമ്മുടെ ജന്മഗുണമാണ്, അല്ലെ? അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം അങ്ങേക്കുള്ള ഒരു രീതി ആയിരിക്കില്ല ഇദ്ദേഹത്തിനുള്ള ഒരു രീതി ആയിരിക്കത്തില്ല എനിക്ക്. ഒരാളുടെ നിന്ന് ബഹുമാനം കൊടുത്തേ നമുക്ക് ബഹുമാനം വാങ്ങാൻ പറ്റും, അല്ലെ? അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ് ഞാൻ ശ്രദ്ധിച്ചു. എന്റെ വീഡിയോയുടെ താഴെ ഞാനിട്ട എന്റെ ഫേസ്ബുക്കിലോ ടിക്ടോക്കിലോ യൂട്യൂബിലോ ഒന്നും ഒരു നെഗറ്റീവ് കമന്റും വന്നിട്ടില്ല. ഞാൻ ഡയറക്റ്റ് ഇട്ട വീഡിയോയ്ക്കകത്ത് മറ്റുള്ളതിൽ വന്നിട്ടുണ്ട്. അതിൽ 90% ഞാൻ നോക്കുകയും ചെയ്തു. അതെല്ലാം ഫേക്കൻ നെഗറ്റീവ് കമന്റുകൾ വരുന്ന നല്ലതാ. പോസിറ്റീവിനെക്കാട്ടി ഏറെ നിങ്ങൾ ഇടുന്ന ഒരു വീഡിയോ ആയാലും ഞാൻ ഇടുന്ന വീഡിയോ ആയാലും കയറണമെങ്കിൽ നെഗറ്റീവ് കമന്റ് ഉണ്ടായിരുന്നില്ല, വെറുതല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാന് പണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പുത്തുകാരാ, നമ്മള് കൊച്ചുനാൾ തൊട്ടേ കാണുന്നവരാ. ഞാൻ പണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടിരുന്ന ആളാ. എനിക്കൊരു നാണക്കേടില്ല പറയുന്നത്. ഈ കാണുന്നവർക്ക് ഇത് കാണുമ്പോൾ നാണക്കേടായിട്ട് വരുന്നത്, അല്ലേ? ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനി ഒരു ചായക്കടക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഒരു നാണക്കേടുമില്ല, അദ്ദേഹത്തിന് അവമാനമുള്ള അതിനകത്ത്, അല്ലേ? എന്ന് പറയുന്നത് ഞാനൊരു ആട്ടോക്കാരനാണ്. ഇന്ന് വന്നും എന്റെ കൂടെ സഹകരിച്ചിരുന്ന, എന്റെ കൂടെ അന്ന് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന വ്യക്തികളുമായിട്ട് അന്നുണ്ടായിരുന്ന സഹകരണം ഇന്നും ഉള്ള ഒരു വ്യക്തിയാണ്. കൊട്ടാരക്കരയോ പുത്തൂരോ കൊല്ലത്തോ ഈ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് എന്നെ തിരക്കി ഒരാൾ വന്നാലും
ശാസ്താംകോട്ട നായർ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ നടന്ന ആൾക്കാരും തന്നെ കാണാൻ വരാനുണ്ട്. അവിടെയുള്ള ആറ്റക്കാർ മുരാരിയോ നമ്മുടെ സുഹൃത്തല്ലേ ഞങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു സഹകരണം നമുക്ക് അന്ന് നിന്നുണ്ട് അല്ലെ. അതിനകത്ത് ഒരാളിപ്പം മോശമായിട്ട് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുക അല്ലെങ്കിൽ ട്രിപ്പ് അടിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരും ഓരോ തൊഴിൽ മേഖല കഴിഞ്ഞിട്ടല്ലേ ഇവിടെ വന്നത്. ഓട്ടോറിക്ഷ ഓടിക്കുന്നതിന് മോശപ്പെട്ട പണിയല്ലല്ലോ. ആണോ? ജോലി ചെയ്യുന്നത് മോശപ്പെട്ട ജോലി ചെയ്യുന്ന അന്തസ്സ് തന്നെ. ഏത് രീതിയിലായാലും അവനവന്റെ കാലിൽ ഉറച്ചു ജീവിക്കാനൊരു അതെ അതെ. ഒന്നും പണിയാത്തവരായി ഇങ്ങനെ അതിന് സംശുദ്ധ കാര്യത്തിൽ ഇപ്പൊ അങ്ങനെ ഒരാൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആരാണെന്ന് നമ്മൾ ആദ്യം നോക്കണം. ഇന്നലെ രാത്രി ഒരാളെ എടുത്തു തന്നെ പറയാം. ഇവിടെ പൗത്രേശ്വരത്തുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ എന്തോ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞൊരു പുള്ളി എന്നെ വിളിച്ചു ഇന്നലെ രാത്രി. പുള്ളി വിളിച്ചത് 11:45. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നേ ഈ ആളിനെ കിട്ടിയോ? ഞാൻ ചോദിച്ചു അങ്ങാരാണെന്ന് പറയും. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ എന്തോ പൗത്രേശ്വരം മണ്ഡലം പ്രസിഡന്റ് ആരാണ്ടാണ്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഈ വാർത്താ മാധ്യമങ്ങളിലൊന്നും താങ്കൾ കാണാറില്ലേ? ഈ 12 മണിക്ക് എന്നെ വിളിച്ച് ചോദിച്ചാലേ അങ്ങേക്ക് സമ്മാനം വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഇതിനകത്തുള്ള പ്രധാന ഘടകം ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരും പിരിവിന് വന്നാൽ ഞാൻ പിരിവിന് കൊടുക്കത്തില്ല. സാധുജന പ്രവർത്തനം ചെയ്യും. ഞങ്ങളുടെ ഏരിയയിൽ തന്നെ ഒരു 10 തെളിവ് സഹിത പറയുന്നത് ഞങ്ങളുടെ ഏരിയയിൽ തന്നെ 10-15 ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് ഇവിടെ. അവർക്ക് വേണ്ടുന്ന ഗുളികയായാലും മരുന്നായാലും ഒക്കെ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യുന്നതാണ്. അത് ഞങ്ങളുടെ നാട്ടുകാർക്ക് കഴിയായിരുന്നു. പുറത്ത് രാഷ്ട്രീയക്കാർക്ക് ഇവിടെ അവനവന്റെ നാട്ടിൽ ചെയ്യാതെ വേറെ സ്ഥലത്ത് വെച്ചിട്ട് തരുന്നുണ്ടോ? നല്ലവനും അതാ ഗുണം കിട്ടാത്തവർക്ക് അത് അതിനെ കുറിച്ച് അവർ അന്വേഷിക്കുന്നില്ല. അതാണ് ഇപ്പൊ നിങ്ങൾ തന്നെ ഉണ്ടല്ലേ എത്രയോ ദേഹമാസകലം ചൊറി പിടിച്ച് വർഷങ്ങളോളം ട്രീറ്റ് ചെയ്ത് ഒരു കാരണവശാലും ഈ ചൊറി മാറാതെ വരുന്നവരെ ഇവിടെ തോന്നിയ ആൾക്കാർ. എന്നിട്ട് വ്രണം കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകരുതെന്നുള്ള കാലയിലേക്ക് അങ്ങനെയുള്ളവരായിരുന്നു. ഒരു മരുന്ന് ഞാൻ കൊടുക്കാറില്ല, 1 രൂപ ഞാൻ വാങ്ങാറുമില്ല. സക്സസ് ആവും. 100%. 100% സക്സസ് ആവുന്നുണ്ട്. ഇതേ ഇവിടെ ചെയ്യുന്ന ഓരോ പൂജകളും ഞങ്ങളിവിടെ ചെയ്യണം. ഇതുവരെ ഞങ്ങളിവിടെ ദക്ഷിണ പറഞ്ഞോ കാശ് പറഞ്ഞോ വാങ്ങിക്കാറില്ല. പിന്നെ തന്നാൽ സ്വീകരിക്കാറുമുണ്ട്. തന്നാൽ വേണ്ടെന്ന് പറയത്തുമില്ല. അല്ല ജീവിക്കണമെങ്കിൽ വരുമാനം വേണം. അപ്പൊ ഈ പ്രവചനം എന്ന് പറയുന്നത് അപ്പോഴും ഇപ്പോഴും ഞാൻ ഉറച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ ആ സ്ഥലത്തിന്റെ കോണ്ടാശിയിൽ തന്നെ വിവാഹനവും ഇദ്ദേഹമുണ്ട്. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ കൃത്യമായ രീതിയിലൊരു പരിശോധന തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മുടെ ഈ നാട്ടില് കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ പത്ര മാധ്യമ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ആൾക്കാർക്കും അവിടെ പ്രവേശനം ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കാനും കഴിയുമായിരുന്നു തത്സമയം. ഓരോ ചാനലുകളെല്ലാം തത്സമയം റിപ്പോർട്ട് ചെയ്ത തിരുവനന്തപുരത്ത് അഴകിയാലിൽ ഒരാൾ വീണു, അവിടെ മുതൽ റിപ്പോർട്ടുകൾ വന്ന് തത്സമയം. പക്ഷെ നമ്മളിപ്പോ കാണുന്നത് ഏതോ ഒരാള് ഡ്രോൺ വഴി എടുത്ത ഒരു ചിത്രം ഇപ്പോഴും ഇങ്ങനെ അവർക്ക് വിളിച്ചൊക്കെ എന്തുകൊണ്ട് എന്നുവെച്ചാൽ ആ അന്വേഷണ ഉദ്ദേശം രഞ്ജിത്തോ രാജീവ് എന്തോ ഒരാൾ ഇന്നലെ വൈകിട്ട് വേറെ എന്റെ ഒരു സുഹൃത്ത് എനിക്ക് ഇട്ട് തന്നതാ. തന്ത്രി പറഞ്ഞത് കറക്റ്റാ. ഈ ഉദ്യോഗസ്ഥർ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല, അവർക്ക് വേണ്ടുന്ന സാധന സാമഗ്രികളില്ല, കളിപ്പാട്ടം പോലെയുള്ള വസ്തുക്കൾ മാത്രമേ അവിടെ കൊണ്ടുവന്ന് ഒരു എൻക്വയറി നടത്തിയിട്ടുള്ളൂ പറയുന്നുണ്ട്. അത് വളരെ രാവിലെ 10 മണിക്ക് വരും, 5 മണിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മളൊക്കെ കേൾക്കുന്നത്. നമ്മുടെ നാട്ടില് ഒരു നമ്മുടെ ഈ അയവറാൽക്കാരൻ്റെ ഒരു പയ്യൻ തന്നെയല്ലേ അതിന്റെ പ്രധാനമായിട്ട് നിന്ന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അഴുക്ക് ചാനലിനകത്ത് ചെറുപയ്യ. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ അഴുക്കെന്ന് പറഞ്ഞാൽ മലവും ജലവും ഗന്ധവും എല്ലാം അടങ്ങിയ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരാളിനെ അവരെടുത്ത് അത്രത്തോളം സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതേ ഒരു ശരിക്കും ഭരണകൂടത്തിന്റെ തന്നെ അപാകത എന്നേ ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഭരണകൂടം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇവിടുത്തെ ജനങ്ങൾ ഇതേപോലെ ചിന്തിക്കുന്ന ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇയാളെ എപ്പോഴും കരക്കെടുക്കാൻ കഴിയുമായിരുന്നു. ഈ പറഞ്ഞത് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ല. ഈ ടൈം വെച്ച് റെസ്ക്യൂ ചെയ്യുന്നത് രാവിലെ 8 മണിക്ക് ഇറങ്ങുന്നു, അല്ലെ 9 മണിക്ക് ഇറങ്ങുന്നു, വൈകിട്ട് 5 മണി അല്ലെ 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ സമയത്തിന് പ്രാധാന്യമുണ്ട്. കരച്ചാൽ ഞാൻ പറയുന്ന സമയം രാവിലെ 11:37, 22-ാം തീയതി 11:37. അവിടെ മുതൽ ആ സമയം മുതൽ എത്ര സമയം അവർ വർക്ക് ചെയ്യുന്നു ആ സമയം കൃത്യതപ്പെടുത്തിയാ പറയുന്നത്. ഞാൻ അന്നേരവും പറയുന്നുണ്ട്, ആ വീഡിയോയ്ക്ക് കൃത്യമായി പറയുന്നുണ്ട്. കൃത്യമായി അന്വേഷണം കൃത്യതയിലേക്ക് പോയാൽ ഈ ആളിനെ കിട്ടും. അതിൽ നിന്ന് ഞാൻ ഒരാളോട് പോലും മാറത്തില്ല. ഏതാണ്ട് അന്വേഷണം കൃത്യമായിട്ട് ഇതുവരെ നടന്നിട്ടില്ല അവിടെ. ഇപ്പൊ നമ്മൾ പുറത്തുള്ള മാധ്യമങ്ങൾ അവിടെ നിൽക്കുന്നവര് ആരെങ്കിലും പറയുന്ന കേട്ടത് മാത്രമേ ഇപ്പൊ പുറത്തോട്ട് വരുന്നുള്ളൂ. മാധ്യമ പ്രവർത്തകർക്ക് പോലും അവിടെ വിലക്കാം അല്ലേ? അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ? അവിടെ ചെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂല്ലേ?
ഒരു വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടി വരുന്ന കൃത്യമായി സ്ഥാനം നമ്മൾ നിർണയം നടത്തി പല കാര്യങ്ങൾ നമ്മളിപ്പോ ഒരിടത്തും വെള്ളം കിട്ടാത്തടത്ത് കുഴക്കുന്ന സ്ഥാനം കാണുന്നവരാണ്, അല്ലെങ്കിൽ ജലാംശത്തിന്റെ സ്ഥാനം നിർണയം നടത്തുന്ന ഒരു മെഷീനും ഇല്ലാതെ വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യം. ഇവിടെ തൊട്ടടുത്ത് തന്നെ വല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് 1100 അടി കുഴിച്ചിട്ട് വെള്ളം കിട്ടാത്ത സ്ഥലത്ത് 32ാമത്തെ അടിക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. ആളിനെ സഹിതം പറയാം, കൊട്ടാരക്കര ടൗണില് ഹോട്ടൽ നടത്തുന്ന സുരേഷ് മുതലാളിയുടെ വീട്, വല്ലത്ത് വല്ലം അമ്പലത്തിന്റെ അവിടെ നിന്ന് ചേർന്ന് മുമ്പോട്ടാണ്. അതുപോലെ കൊട്ടാരക്കര വല്ലത്തമ്മ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്ന വേറെ പേര് വീട്, പേര് ഞാൻ മറന്നയാളെ. അതിൽ ഇവിടെ തൊട്ടടുത്ത് ഇവിടെ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടില് 1320 അടി അടിച്ചു. ചന്ദ്രബാബു എന്ന പുള്ളിയുടെ പേര്, ഉപ്പുവെള്ളമായിരുന്നു അതിനകത്ത്. അങ്ങനെ പുള്ളി എന്നോട് വന്ന് കണ്ടപ്പോ ഞാൻ തമാശക്ക് പറഞ്ഞു, 25,000 എനിക്ക് തരാൻ, ഞാൻ വന്ന് സാധനം കണ്ടുതരാം. അപ്പൊ പുള്ളിക്ക് ഇച്ചിരി വിൽക്കുണ്ട്. പുള്ളി പറഞ്ഞു 25,000 50,000 പുള്ളിക്ക് എനിക്ക് തരാം, പക്ഷെ എനിക്ക് വെള്ളം കിട്ടണം. ഞാൻ പറയാം 32ാമത്തെ അടിക്ക് നിനക്ക് വെള്ളം കിട്ടുന്ന സാധനം ഞാൻ കാണിച്ചു തരും. ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിന്റെ വീട്ടിൽ വെള്ളം കിട്ടും. ഇത് കണ്ടെത്താൻ കഴിവുള്ള ഒരു ജ്യോതിഷികൻ അല്ലെങ്കിൽ ഒരു വാസ്തുവിദഗ്ധൻ നമ്മുടെ നാട്ടിലുണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട്. നമ്മളിൽ എത്രയോ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ ഇവിടുന്ന് പോയത് രക്ഷാപ്രവർത്തനത്തിന്, ഒരാളെ അവിടെ കയറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ ആ സമയത്ത് ആ കറക്റ്റ് 12-17 എന്ന് പറയുന്ന സമയത്ത് ഇയാൾക്ക് പകരം വേറൊരാളെ ബോഡി അവിടെ കിട്ടി. ആ ഇനി എന്തായിരിക്കും ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ള അവരുടെ ഒരു തരത്തിലുള്ള ഒരു പ്രതീക്ഷ എന്തായിരിക്കും? ഇത് കൃത്യമായ രീതിയിൽ പോയാൽ ശരിക്കും നമ്മളൊരു പ്രവചനം നടത്തിയ 62 മണിക്കൂർ അതിന്റെ സമയം. അതെ. ഒരാളൊരു പ്രവചനം നടത്തിയാൽ 62 മണിക്കൂറാണ് അതിന്റെ സമയം. അപ്പൊ നമ്മൾ പറയുന്നത് 12-17 മേൽ, നമ്മൾ 11-27 അല്ലെ 37 പ്രവചനം നടത്തിയാൽ അവിടെ തൊട്ട് 62 മണിക്കൂറാണ് ജ്യോതിഷ വിധി പ്രകാരം ഒരു സമയം. അതിപ്പോ കേട്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക് അറിയണമെന്നില്ല, അതെ. കണ്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക് അറിയണമല്ലോ. ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഓരോ ഗ്രഹസ്ഥാനങ്ങളുടെയും കൃത്യമായ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയം വെച്ചിട്ടാണ് സമയം ഗണിക്കുന്നത്. 12-17 കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്, 12-17 മേൽ. അപ്പൊ അതിലും കാര്യമുണ്ട്. അതെ. ഇപ്പൊ ചിലർ ചോദിക്കും വീണെടുത്ത് തരുന്നുള്ളതെന്ന്. ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞതിനകത്ത് ഇപ്പോഴും കുറച്ച് തന്നെ ഇരിക്കുക അല്ലെ. അതെ. ഞാൻ പറഞ്ഞത് ആ വാഹനം എവിടെ വെച്ച് നഷ്ടപ്പെട്ടോ അതിന്റെ കോൺരാശിയിലായിട്ട് ജലാംശത്തിലുണ്ട്. എന്റെ വാക്ക് ഉറപ്പ് കുറച്ച് വാക്കാ, അതിനകത്തൊരു മാറ്റം വരുന്നില്ല. അതായത് പലർക്കുള്ള മറുപടി, കാരണം അതിനകത്ത് പലരും പോയിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രവചനം നടത്തിയിട്ട് മുങ്ങിയെന്ന് വരെ. ഞാൻ മുങ്ങിയിട്ടില്ല. അങ്ങനെയുണ്ട് എന്നെ കാണാൻ ഇത്ര ആൾക്കാർ ഒരു ദിവസം ഒരു 10-100 പേര് എന്നെ കാണാൻ ഇവിടെ പല സ്ഥലത്തുനിന്നായിട്ടുണ്ട്. ഞാൻ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയത്തില്ല. അതെ. അതെ. ഞാൻ ഒരാൾ വിളിക്കുന്ന ഫോൺ എടുക്കാറ് രീതിയിലല്ല. ഞാൻ പറഞ്ഞില്ല, രാത്രി 12 മണിക്ക് വിളിച്ച കോൾ ഞാൻ എടുക്കും. ആളെ സഹിതമല്ല പറഞ്ഞേ. പ്രവർത്തനേശ്വരം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റോ സെക്രട്ടറി എന്തോ അതെന്ന് പറഞ്ഞ് പുള്ളി വിളിച്ചാൽ കാണിച്ചു തരാം. നമ്പർ സഹിതം കാണിക്കുക. അപ്പൊ ഞാൻ എന്നെ വിളിക്കുന്ന ഒരു കോളുകളും എടുക്കാറില്ല. പിന്നെ ഇവിടെ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എടുക്കാതെ. അതെ, 85 47 91 56 30 ഈ വ്യക്തി ഇന്നലെ രാത്രി 12 മണിക്ക് എന്നെ വിളിച്ചത്. ഞാൻ ഒരൊറ്റ കോൾ ഇതുണ്ടോ, ഒറ്റ കോളുകൾ ഞാൻ എടുക്കാൻ ചെയ്തിട്ടില്ല. ഞാൻ എനിക്ക് വരുന്ന അത്യാവശ്യം കോളുകൾ എടുക്കാനൊക്കാത്ത കോളാണ് ഞാൻ തിരിച്ചു വിളിക്കും. ഒരൊറ്റ കോളുകൾ എടുക്കാതിരിക്കത്തില്ല. ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 10-600 പേരെന്നെ വിളിക്കും. എന്റെ ഈ ഒരു മൊബൈലിൽ തന്നെ ഞാൻ രസകരമായ സംഭവം കാണിക്കും. ഇദ്ദേഹത്തിന് എത്ര കോണ്ടാക്ട് ഉണ്ട് മൊബൈലില്? പത്രപ്രവർത്തനല്ലേ, എത്ര നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്? ഇത്രേ ഉള്ളൂ. ഇതൊന്ന് വായിച്ചു നോക്കട്ടെ, എത്ര നമ്പർ? 27,717 ഇതിനകത്ത് ഒരെണ്ണത്തിൽ അടുത്ത് ഞാൻ കാണിക്കാം. ഇത് ഓരോ സ്ഥലത്തെ നമ്പറുകളാണ്, ഇവിടുത്തെ കേരളത്തിലെ മാത്രമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ മുങ്ങി എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? ഇതിനകത്ത് എത്ര ഉണ്ട് അല്ലേ? ഇതൊന്നും ഞാൻ വെറുതെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഐഫോണിൽ നമുക്കറിയാലോ, ഒരു ഐക്ലൂഡിനകത്ത് നമ്പർ സേവ് ചെയ്ത് അവിടെ കിടക്കും. അടുത്തതിനകത്ത് കാണിച്ചു തരാം. അപ്പൊ ഇതുപോലെ നമ്പറുകൾ ഉള്ള ഒരു വ്യക്തി ഞാൻ എവിടെ മുങ്ങാനാ? കണ്ടേ, ഇതിനകത്തുണ്ട് 19,600 നമ്പർ കണ്ടോ. അങ്ങനെ 3 മൊബൈലില് ഇത്രയും നമ്പർ ഏതാണ്ട് ഒരു 1,00,000 നമ്പറിനകത്ത് എന്റെ ഈ സേവ് ഉണ്ട്. 1,00,000 നമ്പറിനകത്ത്. അത് 1-2 ദിവസം ഉണ്ടാക്കിയല്ല, ഞാൻ ഏതാണ്ട് ഒരു 10-27-30 വർഷമായിട്ട് ഉണ്ടാക്കിയിരുന്ന ബന്ധങ്ങളാണ്.
അല്ല ഈ പറഞ്ഞവരൊക്കെ നാളെ ഏതെങ്കിലും കാര്യത്തിൽ ഇവിടെ വരേണ്ടിയും വരും. വരുന്നവരുണ്ട് 100%. ഇപ്പം അതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഒരു ആള് കമന്റ് ഇട്ടേക്കുന്ന ഞാൻ കണ്ട അതിനകത്ത്, നിങ്ങളുടെ പേരെന്തോ, ഒരു പിന്നെ ഏതോ ഒരു രാഷ്ട്രീയ പ്രവർത്തന, പുള്ളി ഇടയ്ക്ക് ഒരു ചാരിറ്റിയുടെ കാര്യം പറഞ്ഞ് എന്നെ കാണാൻ വന്നു. ഇവിടെ പുല്ലാമല എന്തോ ഒരു വീട് വെച്ചു കൊടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പ്രദേശത്ത് എന്റെ കൂടെ സഹകരിക്കുന്നവർക്ക് വീട് വെക്കാനുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരാൾക്കും താക്കോല് കൊടുത്തിട്ട് പരസ്യം ഇട്ടിട്ടില്ല. ആ വ്യക്തിയെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്നതിന് തുല്യം ഞാനൊരു സംഗതി ചെയ്തു കൊടുത്തിട്ട് താക്കോല് കൊടുത്തിട്ട് അവിടെ ഫോട്ടോയോ വീഡിയോ എടുത്തിട്ടുണ്ട്, അല്ലെ? ഇതിപ്പോ ഒരാളുടെ ഇല്ലായ്മയെ കാണിക്കില്ലേ? ഇല്ലേ? അപ്പൊ പുള്ളി വന്ന് വലിയൊരു സംഖ്യ എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദരൻ, ഞാൻ ചെയ്യേണ്ട കാര്യം ഡയറക്റ്റ് ചെയ്യും, എനിക്ക് മൂന്നാമത്തെ ആവശ്യമില്ല. എന്റെ ചുറ്റുവട്ടത്തുണ്ട് സാധുക്കള്. അതുകൊണ്ട് ഇവിടെ ഈ തൊട്ടടുത്ത് പള്ളിയാ, അവിടെ പണിഞ്ഞേക്കുന്ന കുരിശടി ഞാൻ പണിഞ്ഞു കൊടുത്തേ. അല്ല, ആദ്യം നമ്മുടെ മുന്നിലുള്ളതാണല്ലോ അല്ലേ? കാണുന്നത്. എന്റെ മുമ്പിലുള്ള ദൈവം അത്, ക്രിസ്ത്യാനിയോ മുസ്ലിമോ എന്നുള്ളതല്ല. അവിടുത്തെ കുരിശടി ഞാനാ പണിഞ്ഞു കൊടുത്തത്. ആ പള്ളിയിലെ എല്ലാ വാർഷികത്തിനും ഒരു ചികിത്സാ സഹായം എന്റെ വക ഞാൻ അവിടെ ചെയ്യുന്നു. പറഞ്ഞ മനസ്സിലായി? നമുക്ക് ചെയ്യുന്നതിന് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഒരാൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്, കൊറോണ വന്ന സമയത്ത് അങ്ങ് അവിടെ ആയിരുന്നു. കൊറോണ വന്ന സമയത്ത് ഞങ്ങളുടെ ഈ വാർഡിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ ഈ വാർഡിൽ തൊട്ടടുത്ത വാർഡുകളിലേക്കും ഇവിടെ ശുചീകരണത്തിനുള്ള പമ്പ് സെറ്റുകൾ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞാക്കറിയാ ഞാൻ എന്ത് ചെയ്യുന്നു. അറിയത്തില്ല, അന്വേഷിക്കണം. അതാണ് പ്രളയം വന്നു, പലരും എന്റെ അടുത്ത് ചോദിച്ചു, പ്രളയത്തിന് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ കുട്ടനാട്ടിൽ പോയി തിരക്കി അറിയാം, കുട്ടനാട്ടിൽ പോയി തിരക്കി അറിയാം ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത്. ഞാൻ ഇവിടുന്ന് ഒരു ട്രക്ക് നിറച്ച സാധനമായിട്ടാ കുട്ടനാട്ടിൽ പോയത്. അവിടെ ചെന്നിട്ട് അവിടെ ഉള്ള ആൾക്കാരാണ് ഇത് പാക്കറ്റ് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ വള്ളത്തേലാണ് കൊണ്ടുപോയി ഓരോ ക്യാമ്പുകളിലും കൊടുത്തത്. ഇതൊക്കെ ഈ ജനങ്ങൾ അറിയുന്നില്ലല്ലോ. നമ്മൾ പരസ്യം ചെയ്താലല്ല അറിയും. പബ്ലിസിറ്റിയിൽ വരാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് അറിയാത്തത്. അല്ലാതെ മറ്റുള്ള ജ്യോത്സ്യന്മാരോട്ട് അവിടെയും പോയി അത് പറഞ്ഞ് ഇവിടെയും പോയി ഇത് പറഞ്ഞ് ആ കടയിൽ കയറി ഇറച്ചി കണ്ടി ഉദ്ഘാടനം ഈ പരിപാടി നമുക്കില്ല. പബ്ലിസിറ്റി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നെ കാണാൻ അവിടെ ആൾക്കാർ വരുന്നുണ്ട്, എനിക്ക് അന്നേരം പബ്ലിസിറ്റിയുടെ പ്രത്യേകിച്ച് ആവശ്യമില്ല. അന്ന് തന്നെ അബഗേൽ സാറുടെ കാര്യം എന്നെ കാണാൻ അതുമായി ബന്ധപ്പെട്ട 4-5 പേര് വന്നപ്പോൾ കരുനാഗപ്പള്ളിയിലുള്ള താഹിറ എന്ന് പറഞ്ഞ ടീച്ചർ വിടുന്നു. അപ്പൊ ഈ ടീച്ചർക്ക് അറിയാവുന്ന വ്യക്തികളാണ് എന്നെ കാണാൻ വന്നത്. അപ്പൊ തിരിച്ച് ടീച്ചർ കയറിയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, തിരുമേനി പറഞ്ഞ ആ കാര്യം നടക്കും, തിരുമേനി നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു വേണ്ട, പുള്ളിക്കാരുടെ നിർബന്ധത്തിലാണ് വീഡിയോ ചെയ്തത്. ഇവര് വന്നിട്ട് പോയതിനു ശേഷം പോയത് ആരാന്ന് നമ്മൾ പറയണ്ടല്ലോ. ഇപ്പൊ ഞാനത് ഇവിടെ പോസ്റ്റ് ചെയ്തില്ല. എനിക്ക് ടിക്ടോക്ക് ഉണ്ട്, ടിക്ടോക്ക് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത്. ഈ ടിക്ടോക്ക് വീഡിയോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ സോഷ്യൽ മാധ്യമങ്ങളിൽ അപ്പൊ ഞാനത് പരസ്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഇവിടെ ഉള്ള വീഡിയോകളിലല്ലേ ആദ്യം, വേറെ ഒന്നിലും ഞാനിട്ടില്ല. അപ്പൊ ഈ പറയുന്നവർക്ക് എന്ത് വേണേലും പറയാം ആരെ പറ്റി. അപ്പൊ അങ്ങനെ പറ്റി എനിക്ക് എന്തെല്ലാം പറയാം. ഇപ്പൊ എന്റെ അടുത്ത് ആള് വരണമെങ്കിൽ എന്നിലുള്ള വിശ്വാസത്തിന്റെ പുറത്തല്ലേ. ഇത് വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുള്ള ആളാണ്. അതെ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, അന്വേഷിച്ചാലും അറിയാവുന്ന കാര്യങ്ങൾ. അതിൽ കുറവായിട്ട് കുറവല്ലല്ലോ. ഞങ്ങള് തന്നെ 30 വർഷത്തെ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. 30 വർഷം കൊണ്ട് എന്റെ സന്തത സഹചാരിയാ പുള്ളി. ഞങ്ങളിവിടെ മിക്കവാറുള്ള സ്ഥലങ്ങളിലെല്ലാം പോകുന്നു. ഒരു പൂജയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ എന്നെ വിളിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഇല്ലാതെ വിളിക്കുക. നെഗറ്റീവ് വരണം, നല്ല നെഗറ്റീവ് അല്ലെ. അപ്പൊ അങ്ങക്ക് പോസിറ്റീവ് ആവുന്നുണ്ടല്ലേ അങ്ങ് വേറെ അടുത്ത് പറയുന്നില്ല ഇങ്ങനെ ഒരാളുണ്ട് പോയി കാണുമെന്ന് പറയുന്നത്. അല്ലാതെ പറയൂ, അല്ലാതെ വെറുതെ ഇപ്പൊ അങ്ങ് പറയത്തില്ലല്ലോ. എനിക്കൊരബദ്ധം പറ്റി, എന്നാൽ അവനോട് ഒരു അബദ്ധം പറ്റണമെന്ന് പറഞ്ഞു വിടും. എന്തായാലും ഒരു ശരാശരി 50 പേരോളം ഇവിടെ വന്നു പോകും കുറഞ്ഞത്. പിന്നെ നമുക്ക് നോക്കാൻ വയ്യാതെ വൈകുമ്പോഴത്തേക്ക് പറഞ്ഞു വിടുന്നെങ്കിലേ ഉള്ളൂ തിരിച്ചാൾക്കാർ. അത് ഇത്ര ആൾക്കാരാ, ചണ്ണ്, പുണ്ണ്, ചെരങ്ങ്, മാറാത്ത രോഗങ്ങളുമായി മരുന്ന് കഴിച്ച അവസാനം മന്ത്രത്തിലേക്ക് തിരിയുന്ന ആൾക്കാർ. മരുന്ന് കഴിച്ചതിന്റെ അവസാനമാണല്ലോ ഒരാൾ മന്ത്രത്തിലേക്ക് തിരിയുന്നത്. പണ്ട് മരുന്നും മന്ത്രം കൂടെ ഒരുമിച്ചായിരുന്നു അല്ലേ. ഇരിക്കുന്ന ഓരോരുത്തരുടെ അടുത്ത് വേണേ ചോദിച്ചു. അവരൊക്കെ ദേഹം ഇപ്പം ഇവിടെ ഒരു 42 ദിവസമായുള്ളു. ആളിനെ സഹിതം പറയാം, നമ്മുടെ തൊട്ടടുത്ത് മുരളി എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യ, പുള്ളിക്കാണ് മനകാവി ചീനി കച്ചവടം. ആളിനെ സഹിതം പറയാം 5 വർഷം കൊണ്ട് ഈ അമ്മ ദേഹമാസകലം ചൊറി വന്ന് സഹിക്കാൻ വയ്യാതെ ഒരവസ്ഥ ഉണ്ടായിരുന്നു. പൊട്ടി ഒലിച്ച ഇവിടെ വരുന്നത്.
മെനഞ്ഞാന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ടായ ഒരു കാര്യമാണ്. അയ്യോ, അവരിപ്പോ അവരെ എന്തായാലും എന്തോ ഒരു സന്തോഷത്തോടെ മെനഞ്ഞാന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്നവരടുത്തെല്ലാം അവര് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വന്നതാ, എന്റെ മോൻ എന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മേടിച്ചില്ല. അത് കേൾക്കുമ്പോഴുണ്ടാകുന്ന അനുഗ്രഹ കലയുണ്ടല്ലോ, അതിനി എത്ര നെഗറ്റീവ് പറഞ്ഞാലും നമുക്ക് വിട്ടുക. നമ്മൾ സായിബാബയോ അമൃതാനന്ദമയോ ആൾദൈവം ഒന്നുമല്ല. സാധാരണ ഓട്ടോറിക്ഷ ഓടിച്ച് സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്നു വന്ന ഒരാളാണ്. പിന്നെ എന്റേതായ അല്ലെങ്കിൽ കാരണവന്മാരായിട്ട് തന്ന അറിവുകൾ കൃത്യമായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇവിടെ വന്നപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇത്രയും നെഗറ്റീവ് ഉണ്ടെങ്കിലും ഇത്രയും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ടല്ലോ. മീറ്റിംഗിലെ ബൂസ്റ്റ് ഇങ്ങനെയുള്ള സംശയമുള്ള ആൾക്കാർ നേരിട്ട് വരട്ടെ. നേരിട്ട് വരാം. വന്ന് അന്വേഷിച്ച് അതിനാവട്ടെ അല്ലേ? അത് പറയാം. ഞാൻ ആരാണെന്നും എന്താണെന്നും എന്നെ അറിയണമെങ്കിൽ എന്നെ നേരിട്ട് വരണം, അല്ലേ? വിസ്മയ ചാനൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വന്നു, 1-2 ചോദ്യങ്ങൾ പുള്ളി ചോദിച്ചു. അപ്പൊ പുള്ളിയുടെ ചോദ്യം ഒരു അപ്രിയമായ ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ വീട് ഞാൻ വരച്ചു തരാം, നിങ്ങൾ അംഗീകരിക്കുമെന്ന് ചോദിച്ചു. പോന്ന വഴി ഞാൻ ഇവിടുന്ന് വരച്ചു കാണിച്ചു പുള്ളിയുടെ. അപ്പൊ പുള്ളിയുടെ കൂടെ നിന്ന ക്യാമറാമാൻ ഒരു അതിശയോക്തി, എന്റെ വീട് വരച്ചു തരാമെന്ന് ചോദിച്ചു. ഞാൻ വരച്ചിട്ട് പുള്ളിക്കാരൻ്റെ പുള്ളിയുടെ കൂടെ ചോദിച്ചു പോകും, ആള് സഹിതമല്ലേ പറയുന്നത്. വരച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ ഇന്ന ഭാഗത്ത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ കോൺക്രീറ്റ് കിടക്കുന്ന ഒരു പണി കിടക്കുന്നുണ്ട്, ശരിയാണെന്ന്. എങ്ങനെ ഞാൻ ഇവിടുന്നുണ്ടേ? അത് ഭയങ്കര കാര്യമായി. ഇന്ന് ഞാനും അവർ രണ്ടുപേരുമായിട്ട് വലിയ സൗഹൃദത്തിലാണ്. അതെ, അതാ പറഞ്ഞത് നേരിട്ട് വന്ന് എന്തെങ്കിലും ഒരു സംശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. സംശയമായിട്ടാ പുള്ളി വന്നേ. പുള്ളിയുടെ നക്ഷത്രം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ഏകദേശം കാര്യങ്ങൾ പുള്ളി എടുത്ത് പറഞ്ഞു. പുള്ളിക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് വലിയ കാര്യം എൻ്റെ അടുത്ത് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടാണോ അതോ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട തന്നെ, അല്ല പ്രവചനമൊന്നുമല്ല. ഇത് 108 കവടി വെച്ചിട്ട് കൃത്യമായിട്ട് വെക്കുന്നത്. ഇന്നലെ ഒരു ഗ്രൂപ്പിൽ ഞാൻ കണ്ടു, എന്റെ കവടിപ്പലകയെ പറ്റിയിട്ടായിരുന്നു. ഈ കവടിപ്പലയിൽ ഇത്രയും ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ് എന്നുള്ളത്. 103 പരികൽപ്പലതെന്നാണ്. ഈ ശ്ലോകം പോലും അറിയാത്ത ജ്യോതിഷന്മാരായിരിക്കും ഇത് ചോദിക്കുന്നത്, അല്ലെ? എന്താണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം? അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്തവരായിരിക്കും. ഈ ഇരിക്കുന്ന എല്ലാം സ്വർണ്ണബിംബങ്ങളാണ്. അല്ല, ഇത് എന്താ പറയുന്നത്, എല്ലാം ഉള്ള സാധനമല്ല. ഇത് പാരമ്പര്യമായിട്ട് കാരണവന്മാരായിട്ട് തന്നെ കൈമാറുന്നതാണ്. ഇന്നിതുപോലെ ശങ്കാർക്കളെങ്കിലും ഉണ്ടോ? ഇത് ശംഖുജ്യോതിഷം നോക്കുന്നതാണ്. നമുക്ക് കവടിയിൽ കണ്ടെത്താൻ പറ്റാത്ത ഏതെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ശംഖുജ്യോതിഷത്തിൽ നമ്മൾ കണ്ടെത്തും. ഇത് അപൂർവം ചില ആൾക്കാരുകൾ കൈകാര്യം ചെയ്യുന്നത്. കൃത്യമായ പരിജ്ഞാനം അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം ഇല്ലാതെ നമ്മള് ഞാൻ അപ്പോഴും ഇപ്പോഴും ഉറച്ചിരിക്കുന്നു, ഇനി എന്ത് കമന്റ് വന്നാലും എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും ഞാൻ ഈ പറഞ്ഞ രാശിസ്ഥിതിയുടെ കോൺരാശിയിലായിട്ട് തന്നെ ഇത് ഉണ്ടെന്ന് ഞാൻ ഇന്നലെ ഉറച്ചു പറയുന്നുണ്ട്. ഇന്നലെ എന്നെ ഒരുപാട് പേര് വിളിച്ചവരടുത്തല്ല ഞാനിത് തന്നെ പറഞ്ഞു. അപ്പൊ എനിക്ക് പാരമ്പര്യമുണ്ട്, അതുപോലെ ഗുരുസ്ഥാനീയനുണ്ട്, എന്റെ ഗുരുകാരണവന്മാർ അനുഗ്രഹമുണ്ട്. ഇതൊക്കെ വെച്ചിട്ടല്ലേ ഞാൻ പറയുന്നത്. വെറുതെ ഇപ്പൊ ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടിരുന്ന മുരാരി ഇവിടം വരെ എത്തത്തില്ലല്ലോ, എത്തുവോ? ഇപ്പൊ കമന്റ് പറയുന്ന ഒരാൾ അതിനകത്ത് ഒരു കമന്റ് ഞാൻ കണ്ടു, എന്തോ പൊലമുക്ക് ചന്തമൊക്കെ ഓട്ടോറിക്ഷ ട്രിപ്പ് അടിക്കാൻ തയ്യാറാകുക. എനിക്ക് യാതൊരു നാണക്കേടുമില്ല. ഇവിടുത്തെ നിങ്ങൾ ഇന്നലെ അതിപ്പോ കണ്ടാണല്ലോ, ഒട്ടുമിക്ക ജോലികളും ഞാൻ തന്നെ ചെയ്യുന്നത്. അതൊന്നും ഒരു ഇതല്ലല്ലോ. എന്ത് ജോലിക്കും അതിൻ്റെതായ ഇവിടുത്തെ ഒട്ടുമിക്ക ജോലികളും ഞാനായിരുന്നത്. ഒരു ജോലി ചെയ്യാത്തവരായിരിക്കും ഈ റൂമിനകം ഇത്രയും വൃത്തിയായി കിടക്കണമെങ്കിൽ ഞാൻ തന്നെ എന്റെ കൈവശം വെള്ളമൊഴുപ്പ് മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഞാനാ ചെയ്യുന്നത്. അല്ല, വേറെ ആളെ കൊണ്ട് ഞാൻ ചെയ്യിക്കാറില്ല. എന്റെ ഭാര്യയെ പോലും ഞാൻ നിർബന്ധിക്കാറില്ല. എന്തുകൊണ്ടാ? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്താലേ പൃഥ്വിയിലേക്ക് പോകും, അല്ലെ? ഇപ്പൊ ഞാനൊരു വലിയ വാഹനത്തെ നടക്കുന്ന പറഞ്ഞ് മറ്റൊരാൾ അസുഖപ്പെട്ടിട്ട് കാര്യമുണ്ടോ? എന്റെ കഴിവല്ലേ? അതിനുവേണ്ടി പ്രയത്നിക്കുന്നുള്ളൂ. അതുപോലെ നടക്കാൻ വേണ്ടി പ്രയത്നിക്കുക, അതാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കുറ്റം പറയാതെ ഞാൻ പ്രവർത്തിക്കുകയല്ലേ വേണ്ടത്. ഇപ്പൊ അങ്ങ് തന്നെ വന്നപ്പോ ഞാൻ എന്താ പറഞ്ഞു, ഇന്നലെ ഞാൻ തിരക്കാണ്, എനിക്ക് ഇതുപോലെ യാത്രയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ എത്ര മണിക്ക് എത്തുന്നോ നിങ്ങളെ വിളിച്ചിരിക്കും. അങ്ങനെ ഭയമുള്ള ഒരാളാ ഞാനെങ്കിൽ നിങ്ങളെ വിളിക്കുമോ? ഞാൻ എത്തിയ സമയത്ത് തന്നെ ഞാൻ വീടിനകത്ത് കയറുന്നതിന് നിങ്ങളെ വിളിച്ചു, ഞാൻ എന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്, അല്ലേ? ഇന്ന് വരാൻ സൗകര്യം ഇല്ലെങ്കിൽ നാളെ രാവിലെ ഇത്ര മണിക്ക് വരിക, അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ അന്തരീക്ഷവും കാണാം എന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? ഈ ഒളിച്ചുകൊണ്ട കാര്യം എന്തിരിക്കുന്നത്? ഞാൻ ആരെ പിടിച്ചു വരുത്തില്ല, ആരെയും ഞാൻ ബലാത്സംഗം ചെയ്തിട്ടില്ല, ആരോടും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ വിളിച്ചു പോകാം? എനിക്ക് സധൈര്യം ഒരാളുടെ അടുത്ത് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞെടുത്ത് തന്നെ ഞാനിപ്പോഴും ഉറച്ചിരിക്കുന്നു. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ആ ദിശയിൽ തന്നെയാണ് അവർ പോയിരുന്നതെങ്കിൽ 100% കാര്യങ്ങൾ പിന്നെ സംശയമില്ലാത്ത കാര്യമല്ലേ?
ഇതെന്ത് ടൈം ടേബിൾ വെച്ച് ചെയ്യുന്ന കാര്യമാണ്. രാവിലെ 8 മണി തൊട്ട് 6 മണി വരെ അന്വേഷണം. പറഞ്ഞ രാവിലെ വീണ്ടും അല്ലേ അതുകൊണ്ട് എന്ത് പോലെ ഒരു മനുഷ്യ ജീവനല്ലേ ഇത്? അതിനകത്ത് പറയുന്നത് അന്വേഷിക്കുന്നവർക്ക് റെസ്റ്റ് വേണം, അതൊരു കാര്യം. ഇപ്പൊ ഒരു ബാച്ച് ഇറങ്ങുമ്പോ അടുത്ത ബാച്ച് ഇറങ്ങി അത് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു തീർച്ചയായിട്ടും ഇതൊരു മനുഷ്യ ജീവനല്ലേ? നമ്മൾ അത്രത്തോളം വില കൽപ്പിക്കേണ്ട ഒരു മനുഷ്യന്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ തന്നെ അത്യാഹിത വിഭാഗത്തിൽ ഒരാളെ കൊണ്ടുവന്നാൽ അപ്പൊ തന്നെ ഇമീഡിയറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഐ സി കയറേണ്ട ഒരാളാണ് ഐ സി കയറ്റും, വേറെ സംവിധാനം ചെയ്യേണ്ട ഒരാളാണ് വേറെ സംവിധാനം. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ഈ അടുത്ത സമയത്ത് KSRTC ബസ്സിൽ ഒരു പെൺകുട്ടി പ്രസവിച്ചു. അതെ ആ ഡ്രൈവർ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ അതിനകത്തുനിന്ന് കണ്ടക്ടർ അല്ലെങ്കിൽ ഏതാ യാത്രക്കാര് ബുദ്ധിപൂർവ്വം അതിനകത്ത് ഇടപെട്ടത് കൊണ്ടാണ് യാതൊരു കുഴപ്പമില്ലാത്ത പ്രസവം നടന്നത് KSRTC അല്ലേ? അപ്പൊ ഓരോന്നിനും കൃത്യതയിൽ മലയാളിയൊക്കെ അറിയാൻ ചെയ്യാൻ. അതുപോലെ മറ്റൊരു രാജ്യക്കാരും ചെയ്തില്ലയോ? നമ്മളിപ്പോ ഓരോ കമ്പനികളിൽ ചെന്ന് നോക്ക്. വിദേശ രാജ്യങ്ങളിലെല്ലാം സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോ കമ്പനിയും അവിടുത്തെ CEO തൊട്ട് മേലോട്ടുള്ള എല്ലാവരും ഒട്ടുമിക്ക വലിയ ഹെഡിലിരിക്കുന്നവർ മൊത്തം മലയാളികളാണ്. എന്തുകൊണ്ടാ? മലയാളികളോളം ഇന്ന് ബുദ്ധിയുള്ളവരും കർമ്മഗുണമുള്ളവരും വിശ്വാസങ്ങളുള്ളവരും ആരുമില്ല. നമ്മളിപ്പോ ഈ പഴി പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും ഈശ്വരൻ എന്ന് പറഞ്ഞാലും ഈശ്വരനെ ഭജിക്കുന്നവരാ 90% ആൾക്കാർ. 99 ഈ പറയുന്ന വ്യക്തിയുടെ രീതിയിൽ അവർ മാതാപിതാക്കൾ ചെയ്യുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി മതി. കേരളത്തില് പിന്നെ വ്യക്തിയെ നോക്കിയൊന്നുമല്ല, നമ്മുടെ ഒരു ജീവന ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ ഭരണഘടനയുടെ ഭരണകൂടത്തിന്റെ അശ്രാന്തമായ ഇടപെടലാണ് ഇവിടെ നടന്ന ഒരു സംഭവം നമുക്ക് എടുത്ത് പറയേണ്ടത് അല്ലേ? ജോയിയുടെ വിഷയം. ഇപ്പൊ ഇന്നലെ ഒരാൾ പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ മന്ത്രിമാർക്ക് ഈ സ്ഥലം ഒന്ന് പറയാൻ പറ്റും. ഈ പറഞ്ഞ ആള് കൃത്യമായിട്ട് വോയിസ് ഇരട്ട ആദ്യം ഈ സ്ഥലത്തിന്റെ പേര് അല്ലെ? പിന്നെ മന്ത്രിയെ വേറൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളിട്ട് കാര്യം ചെയ്ത ഇന്ന് കേരളത്തിലായിരുന്നു ഇങ്ങനൊരു സംഭവമെങ്കിൽ ഒന്നടങ്കം ആൾക്കാർ ഇറങ്ങി എപ്പോഴേ ഇത് സംഭവം എടുത്തിട്ടുണ്ട്. എത്ര വലിയ കുത്തൊഴുക്കലായിക്കോട്ടെ അല്ലേ? കണ്ടതല്ലേ തെളിയിച്ചത്. ഇതൊരു മനുഷ്യജീവന് യാതൊരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അല്ലേ? അവർക്ക് അത്രയും അതുകൊണ്ടാണ് ആ ഒരു രീതി അവിടെ. അതുകൊണ്ട് ഞാൻ എങ്ങും ഒളിച്ചു പോയിട്ടില്ല. ഞാൻ എന്റെ വീട് വെണ്ടാറ് പിന്നെ അരീക്ക സ്കൂളിന്റെ അടുത്താണ്. എന്നെ ആട്ടോക്കാരൻ മുരാരി എന്ന് പറഞ്ഞാലോ, മുരാരി തന്ത്രി എന്ന് പറഞ്ഞാലോ, മുരാരി ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാലോ ഇവിടെ എല്ലാരും അറിയും. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആർക്ക് വേണേലും നേരിട്ട് വന്നിട്ടുണ്ട്. ശല്യപ്പെടുത്താതിരിക്കാൻ 12 മണിക്ക് ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ചിട്ട് വന്ന് കിടക്കുന്ന ഒരാളല്ലേ മുകേഷ് പറഞ്ഞോണം ആയി പോകുന്നത്. ശരിയല്ലേ മുകേഷ് പറഞ്ഞേ? പല യാത്രകൾ കഴിഞ്ഞ് പാരാത്രിക്ക് വന്ന് നടക്കുമ്പോൾ ആരാധന മൂത്തിട്ട് വല്ല കാര്യമുണ്ടോ? അത് ഈ വിളിക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ, ആ ഇത് എടുക്കുന്നതിന് മാനസികാവസ്ഥ അറിയാം. വിളിക്കുന്ന ആള് ചെറുത് 2 ഒക്കെ അടിച്ചിട്ടിരിക്കുമ്പോഴായിരിക്കും അയാൾക്ക് തോന്നുന്നത് ഇയാളെ ഒന്ന് വിളിച്ചേക്കാന്ന് രാത്രി 12 മണിക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും. എത്രയോ പേര് രാവിലെ തൊട്ട് വിളിക്കുന്നുണ്ട്. ഇതിന്റെ സംഭവം അറിയാം, എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്, തന്ത്രിയുടെ പ്രവചനം എന്താണ് തെറ്റിയത്. ഞാൻ അന്നേരം പറഞ്ഞു പ്രവചനം തെറ്റിയിട്ടില്ല, ഞാൻ പ്രവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു പ്രവചനത്തിന്റെ സമയം എന്ന് പറയുന്നത് 62 മണിക്കൂറായി. പറയുന്ന ഒരാൾക്കോ കേൾക്കുന്ന ഒരാൾക്കോ ചിലപ്പോൾ ജ്യോതിഷമായിട്ട് ബന്ധമുള്ള ഒരാൾക്ക് കൃത്യമായിട്ട് അറിയാം എത്ര മണിക്കൂറായിരിക്കും ഈ പറയുന്ന പ്രവചനത്തിൽ. 12-17 മേലെന്നാ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അത് മാത്രമല്ല, ഇതുവരെ എടുത്തോ സ്ഥലം കണ്ടുപിടിച്ചോ അവര്, എന്നിട്ട് അവര് പറയുന്നതിൽ ന്യായം എന്താ? ഒരാള് കിണറ്റി വീണ കിണറ്റി ഇറങ്ങി ആളിനെ എടുക്കാതെ ഇത് വേറെ രീതി സംസാരിക്കുന്നത്. ഇപ്പം നിസ്സാരമായിട്ടൊരു കാര്യം പറയാം. ഒരു വീട്ടില് അവരെ പരപ്പുറത്തൊരു സാധനം ഇരിപ്പുണ്ട്. ഞാൻ ഇവിടുന്ന് റൂട്ട് വരയ്ക്കുന്നു, നിങ്ങളുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇന്ന സ്ഥലത്ത് ഇന്നടുത്ത് ഒരു സാധനം ഇരിപ്പുണ്ട്. അതിശയോക്തോടുകൂടി അവര് പോയി എടുക്കുന്നു. വീട് കിടക്കുന്നു, തപ്പി എടുക്കുന്ന കാര്യം പറയും. ഇവരോട് മെസ്സേജ് വരുന്നുണ്ടേ, അപ്പൊ അവിടെ ഇരിക്കുന്ന പയ്യൻ എടുത്ത് എന്റെ വാട്സാപ്പിലോട്ട് മെസ്സേജ് അയക്കുമ്പോൾ മറ്റേ കേരളത്തിൽ നിന്ന് എന്റെ വാട്സാപ്പിലോട്ട് മെസ്സേജ് അയക്കുമ്പോൾ മോനെ എന്റെ വാട്സാപ്പിലോട്ട് ഒരു മെസ്സേജ് അയച്ചുതരാം. അവന്റെ അടുത്ത് പറയാം എന്റെ വാട്സാപ്പിലോട്ട് അവന്റെ വാട്സാപ്പിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കും. കൃത്യതയിൽ പറയുന്നത് ഇങ്ങനെ ഒരു സാധനം എന്റെ അടുത്ത് പോകണം. ഞാൻ പറയുന്നു എനിക്കൊരു വീട് അറിയത്തില്ല, അവരെ അറിയത്തില്ല, ആരെ അറിയത്തില്ല, ഞാൻ അവിടെ പോയിട്ടില്ല. അവരവിടെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞ കൃത്യം പോയിന്റ് സാധനം കിടപ്പുണ്ട്. എന്തുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റി? ഇതൊരു അസ്ഥിയാണ്. ഇത് അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അവരുടെ വീട്ടിലുണ്ടെന്നുള്ളത് വീട് പോലും അറിയാതെ വീട്ടിൽ പറഞ്ഞു എന്ന സ്ഥലത്ത് കാണോ കണ്ടെത്തി. ആ ദോഷവസ്തുവായിരുന്നു, അതിന്റേതായ നെഗറ്റീവ് ഒരു വീട്ടിലുണ്ടായിരുന്നു. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇത് രാശിയാ, ഇത് സത്യമാ. ഇല്ലെങ്കിൽ എന്നെ കാണാൻ ആൾക്കാർ വരത്തില്ലല്ലോ. വരുമോ?
ഞാൻ ഇന്നലെ ഇന്നും ഒരു പ്രവചനം നടത്തിയ ഒരാളല്ലല്ലോ. ഞാൻ അങ്ങനെ പ്രവചനങ്ങൾ നടത്താറുമില്ല. പല സുഹൃത്തുക്കൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്ത് ഞാൻ കാണിച്ചില്ലേ, 1,00,000-ഓളം കോണ്ടാക്ട്സ് ഉള്ള ഒരു വ്യക്തി എനിക്ക് ചൂഷണം ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഇവരെ ഒരാളെ 10 രൂപ വെച്ച് ചൂഷണം ചെയ്താൽ മതി. വെറും 10 രൂപ പോട്ടെ, 1 രൂപ വെച്ച് അവരെ ചൂഷണം ചെയ്താൽ ഏതാണ്ട് ഇങ്ങനെ ഒരു പൂജയുണ്ട്. 1 രൂപ വെച്ച് നിങ്ങൾ നാളെ ഇടണമെന്ന് പറഞ്ഞാൽ ഈ 1,00,000 പേരും പരസ്പരം അറിയുന്നില്ലല്ലോ. ഇത്രയും പേരുമായിട്ട് കോണ്ടാക്റ്റും ഉണ്ട്. എല്ലാ ദിവസവും എനിക്ക് തുരിതുരാ മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ അവരെല്ലാവരും. അപ്പൊ അതല്ലേ നമ്മൾ ചിന്തിക്കണ്ടേ. അതെ. ഇദ്ദേഹത്തിനെ അല്ല, കുറിച്ച് ഇത്തരത്തിലൊരു പ്രവചനം നടത്തുമ്പോൾ നമ്മളായിരിക്കും നമ്മൾ ഇങ്ങോട്ട് പ്രവചനം നടത്തിക്കൊണ്ട് പോകരുത്. ഇല്ല, ഞാൻ ഇവിടെ ജീവിക്കുന്ന ഒരാളാ. ഞാൻ ഇന്നലെ കൊട്ടാരക്കര പോയി, തിരുവനന്തപുരത്ത് പോയി. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളടുത്ത് പറഞ്ഞല്ലേ, ഞാനൊരു ആവശ്യത്തിന് തിരുവനന്തപുരത്ത് പോവാ, ഒരാളുടെ ഒരു ആവശ്യമായിട്ട്. അങ്ങനെ അവർ വിളിച്ച് എൻ്റെ അടുത്ത് പറയത്തില്ലേ, അന്നേരം നിങ്ങൾ വരണ്ട, നിങ്ങളുടെ പ്രവചനമൊക്കെ തെറ്റി, നീ വരണ്ടെന്ന് പറയത്തില്ലേ. അതാന്ന് പറഞ്ഞത്. ഞാനവിടെ ചെന്ന കാര്യം നടത്തി, എനിക്ക് മാന്യമായിട്ടുള്ള ദക്ഷിണ കിട്ടി, ഞാൻ പോരുന്നു. ഈ നിമിഷത്തിൽ ഒരുപാട് പേര് പുറത്തേക്ക് നിസ്സാര കാര്യ. അപ്പൊ ഈ പ്രവചനം ഞാൻ അന്നേരം ഉറച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ടീം അവിടെ പോയി നോക്കണം. ഈ പറയുന്നത് ചിന്തിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് എന്ന് പറയാൻ സമയം മാത്രമല്ല, കൃത്യമായ സ്ഥലവും കൂടെ പ്രവചിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥലത്ത് നോക്കാത്തടത്തോളം കാലം കിട്ടുന്ന കാര്യം എന്തായാലും എന്റെ ഈ നാട്ടിലും ധരിക്കാതെ കൃത്യമായിട്ട് ഇത്ര അടി എന്ന് ഞാൻ പറഞ്ഞ് കുഴക്കണമെന്ന സാധനങ്ങൾ, അതായത് വെള്ളം കിട്ടാത്ത സ്ഥലത്ത് പൊട്ട കുന്നുംപുറത്ത് അങ്ങനെ സഹിതമല്ലേ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചാൽ അയാൾ ഇവിടെ വന്ന് നിൽക്കണമെന്ന സാധനം കണ്ടോ, അയാൾ കൊണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആളുകൾ, അയാളെ ഹോട്ടലിന് മുമ്പ് കിടന്ന് ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുള്ള. അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുപോയി ലക്ഷക്കണക്കിന് രൂപയിലൊക്കെ ഒരാൾ ഭാഗ്യപരീക്ഷണം നടത്തും. എനിക്ക് കൊച്ചുനാള് മുതലേ ഉള്ള ബന്ധങ്ങൾ ഇന്നും ഞാൻ കീപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരാൾ. അതുകൊണ്ടാണ് ഇത്ര നമ്പറുകൾ സേവ് ചെയ്തേക്കുന്നത്. ഇപ്പൊ നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിക്കണമെങ്കിൽ നിങ്ങളുടെ നമ്പർ ഇവിടെ സേവ് ചെയ്തിട്ടാ. ഇത് മനോജ് അല്ലേ? അതെ, അത് കൃത്യമായിട്ട് ഞാൻ SP എന്നും പറഞ്ഞ അടിച്ചിട്ടേക്കുന്നത്. സൂപ്രണ്ട് പോലീസ് എന്നല്ല. അപ്പൊ പിന്നെ നമുക്ക് എളുപ്പം എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സേവ് ചെയ്തത്. എന്നെ ഒരാൾ പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിട്ടൊരു സൗഹൃദ സംഭാഷണം നടത്തിയിട്ടുണ്ട്. അയാളുടെ നമ്പർ എന്റെ മൊബൈലിൽ കാണും. ഇപ്പം നമ്മളിപ്പം പറഞ്ഞില്ലേ സുധാകരന്റെ വീട്ടിലൊരു സംഭവം. നിസ്സാരം രാജ്മോഹൻ ഉണ്ണിത്താന്റെ വീട്ടിൽ ഞാൻ പോയി പൂജ ചെയ്തിട്ട് എത്രയോ വർഷമാണെന്നറിയാം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഇരുന്ന കാലത്ത് അദ്ദേഹം ഒന്നും അല്ലാവാതിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പൂജ ചെയ്ത് ഇതിനെക്കാട്ടി വലിയ സാധനം എടുത്തതാ. ബഹളാമുഖി കർമ്മമായില്ലേ അന്ന് ഒരു വീട്ടിൽ. അതായത് ഗുരുവായൂർ രാവണപ്പണിക്കര ചാർത്തായിരുന്നു. അന്ന് വിധിപ്രകാരം പൂജ കഴിഞ്ഞതിന് ശേഷം ഒഴിവ് നോക്കിയതും കരുണാകരന്റെ അന്നത്തെ ജ്യോത്സ്യരായിട്ടിരുന്ന രാവണപ്പണിക്കര. കരുണാകരന്റെ ജ്യോത്സ്യര രാവണപ്പണിക്കര അദ്ദേഹമാണ് അന്ന് രാത്രി ഒഴിവ് നോക്കിയത്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് അതിന്റെ പിറ്റേന്ന് ഞാൻ മസ്കറ്റിന് പോകുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, 5 ദിവസത്തിനകത്ത് ശുഭകരമായ ഒരു വാർത്ത നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്നു. എന്റെ പ്രവചനം ഭരിച്ചില്ലേ. 5-ാമത്തെ ദിവസം പുള്ളി ഇവിടുത്തെ ഫിലിമിന്റെ ചെയർമാനായി. അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിന് കാര്യത്തിനും ബാക്കിയുള്ള ഏത് കാര്യത്തിനായാലും മുൻപന്തിയിൽ നിന്നുള്ള ഒരാളാണ്. എന്നിലൊരു വിശ്വാസം ഇല്ലെങ്കിൽ രാജ്മോഹനെ പോലെ ഒരാള് എന്നെ കാണാൻ വരൂ. അതുപോലെ എത്രയോ പ്രശസ്തന്മാരായ വ്യക്തികൾ. അന്നത് വാർത്തയൊക്കെ ആയതാ, മാതൃഭൂമിക്കകത്തൊക്കെ വാർത്ത വന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഗൃഹത്തിൽ ഇങ്ങനെ വലിയ പൂജ നടക്കുന്നു പറഞ്ഞ വലിയ വാർത്ത വന്നതാ. കർണാടക ഇവിടെ കേരളത്തില് എതിരെ പൂജകൾ നടക്കുന്നു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ത് പൂജ നടത്താനാ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്കൊരാൾക്ക് ഗുണം വരുന്ന ഏതൊരു കാര്യം ചെയ്യും, ഏതൊരു വ്യക്തി ദോഷം വരുന്ന ഒരു കാര്യം ചെയ്തിട്ട് എന്ത് നേട്ടമുള്ള? ഞാനൊരു വാക്കുണ്ടെങ്കിൽ ഒരാൾക്കുള്ളൊരു കാര്യം പറയുമ്പോൾ അയാൾക്ക് ഗുണമുണ്ടായിട്ടല്ലേ അയാൾ പറയുന്നത്, അയാൾ പറഞ്ഞത് ശരിയാ അല്ലെങ്കിൽ എനിക്ക് ഗുണമുണ്ടായി. ഇപ്പൊ ഞാൻ വീഡിയോസ് എടുത്തല്ലേ, അവിടെ നാളെ വിളിച്ചിട്ടല്ലേ ഹായ് അയക്കാൻ പറഞ്ഞത്. ആ നമ്പർ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാ. ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്താ ഇങ്ങനെ മെസ്സേജ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഇട്ട ആശാന്മാര് എന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് പറയണം, ഞാൻ ഇന്ന ആളാണ്, നിങ്ങളുടെ നമ്പർ എന്റെ കയ്യിലില്ല, നിങ്ങളൊന്ന് നമ്പർ എന്ന് തരണം, എനിക്കൊരു സംശയമുണ്ട് ചോദിക്കാനാണ്. സുരേഷ് ഗോപിയെ തെറി ഇവിടെ താഴെ അറ്റത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സുരേഷ് ഗോപി അങ്ങ് കേന്ദ്രത്തിരിക്കുന്ന ആളാ. അതുപോലെയുള്ളൂ അല്ലേ? അദ്ദേഹത്തിന് നോക്കി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ പിണറായി വിജയനെ പറ്റി ആരെല്ലാം എന്തെല്ലാം പറയുന്നു? അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നവരെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്, ചെയ്യാൻ പറയത്തില്ല. അറിയുന്നില്ല. ചാരിറ്റിയുടെ പേരിൽ തന്നെ എത്രയോ കാര്യങ്ങൾ നടക്കുന്നതാണ് അതിന്റെ മറവിൽ.
ആരല്ല എന്തല്ല അല്ലേ? നമ്മൾ പബ്ലിഷ് ചെയ്യണമല്ലോ. അങ്ങനെ ഉണ്ടായി ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നിങ്ങളെല്ലാം വിളിക്കത്തില്ലേ? ഇപ്പൊ തന്നെ വേറൊരു വിദ്വാൻ എന്റെ മനക്കാരിൽ നമുക്ക് ബോച്ചേറ്റിയുടെ കടയുണ്ട്. അപ്പൊ എന്റെ സൈഡിൽ ഒരു ഫോട്ടോയും അതിന്റെ ഇപ്പുറത്ത് ബോച്ചേറ്റിയുടെ ഷോപ്പിന്റെ ഫോട്ടോയും വെച്ച് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞു. നല്ല കാര്യം പുള്ളി ചെയ്തത്, ഞാൻ അംഗീകരിക്കും പുള്ളിയെ. എന്തുകൊണ്ടെന്നല്ലെന്നറിയാം, എന്റെ ആ കടയ്ക്ക് ഒരു പരസ്യം കൂടായി. 10 പാവപ്പെട്ടവനോട് വന്ന് തേയില മേടിക്കും. ഒരു പക്ഷേ ഈ പരസ്യം കണ്ട് 10 പാവപ്പെട്ടവന്നും തേയില മേടിക്കുമ്പോൾ അതിലൊരു ഒരു ഗതി പരഗതി ഇല്ലാത്ത ഒരാൾക്ക് 10 ലക്ഷം രൂപ ചിലപ്പോൾ അടിക്കും. അതൊരു വലിയ പോസിറ്റീവായിട്ടല്ലേ നമ്മൾ കാണണ്ടേ? അയാൾ എന്റെ നെഗറ്റീവ് ആയിരിക്കും ഉദ്ദേശിച്ചത്, പക്ഷെ ഞാൻ അത് പോസിറ്റീവായിട്ടാണ് കണ്ടത്. എന്തുകൊണ്ടാ? ഈ പ്രസ്ഥാനം അറിയാത്ത ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ആ പ്രസ്ഥാനം അറിയും. അപ്പൊ അയാൾ ആ ബോച്ചേറ്റി ഞങ്ങൾ തിരക്കി കിടക്കാൻ തേയിലയല്ലേ, നമുക്ക് പോയി മേടിക്കാം. ചിലക്കറിയത്തില്ല, ഇവിടെ കിട്ടുന്ന രീതിയില്ലാത്തവരുണ്ടാവും. അവര് കഴിയാൻ കർഷകത്തിലായിരിക്കും ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ ബോച്ചേറ്റിയുടെ പരസ്യം കാണുന്നല്ലേ? അതെ. സൈഡിൽ ഞാനും ചെന്നിരിക്കുന്നു, ഒരു കുഴപ്പമില്ല എനിക്കതുകൊണ്ട്.